ബ്രൈറ്റ് നാവിഗേറ്ററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുന്നത് ഒരു പുതുമയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഗവൺമെൻറ് സ്കീമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് പേഴ്സണലി നമ്മളോട് പറയുന്നുണ്ട്, അവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്നുണ്ട്. പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സ്കീമുകൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും അതുപോലെ മറ്റൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഗവൺമെൻറ് സ്കീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകിച്ചും നമ്മൾ ലേഡീസിന്, പ്രത്യേകിച്ചും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. സ്വാഗതം യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വെബിൻ കൊച്ചി. സോ മൂവിങ് ഓൺ ടു ദ കണ്ടന്റ്. നിങ്ങളൊരു ഗർഭിണിയായ സ്ത്രീയാണോ, അതോ നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഏതെങ്കിലും ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുണ്ടോ എങ്കിൽ അവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ധനസഹായം ലഭ്യമാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. ഇത് ഞാൻ പേര് പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാവുന്നതാണ്, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവർ പല പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും അവരുടെ മൂഡ്സിൽ ഡിഫറൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് വ്യതിയാനങ്ങൾ സംഭവിക്കും. കാരണം ചിലർ സ്ലിം ആയിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള അവരുടെ ഹെൽത്ത് കുറച്ചുകൂടി വീക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പ്രഗ്നൻ്റ് ആകുന്ന ആ ഒരു ടൈമിൽ തന്നെ പല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു വെയിറ്റിലും വ്യതിയാനങ്ങൾ സംഭവിക്കാം. എന്തു തന്നെ ആയിരുന്നാലും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു സ്കീം, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന ഈ ഒരു സ്കീം ആവിഷ്കരിച്ചത്. 2014 അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അദ്ദേഹമായിരുന്നു ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അന്ന് ഇതിനെ അറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി മാതൃവന്ദന യോജന എന്നായിരുന്നു. തുടർന്ന് 2017 ജനുവരി 1 നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയെ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പുനർനാമകരണം ചെയ്തു. തുടർന്നുള്ള നാളുകളിൽ ഇന്ന് വരെ ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്നാണ്. ഈ ഒരു പദ്ധതി, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഈ ഒരു കേന്ദ്ര സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ചൈൽഡ് ഡെവലപ്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന ആ ഒരു വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതി പ്രകാരം ആർക്കാണ് എൻ്റെ എലിജിബിലിറ്റി എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 19 വയസ്സ് തികഞ്ഞ ഗർഭിണിയായിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ആദ്യത്തെ പ്രസവമായിരിക്കണം. അപ്പം ഈ 2 കാര്യങ്ങളാണ് അവർ പ്രധാനമായും നോക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഇതര സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇവർക്കാർക്കും ഈ ഒരു പദ്ധതി പ്രകാരം ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. അപ്പം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൽ നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടാത്തതായിട്ടുള്ള ഗർഭിണികളായിക്കോട്ടെ, അവർക്കാണ് ഈ ഒരു പദ്ധതി പ്രകാരം അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുക. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്കിൽ ഞങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു പദ്ധതി പ്രകാരം ലഭിക്കുക എന്നത്. ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് ലഭിക്കുന്നത് 5000 രൂപയാണ്. ഇത് ഒറ്റ തവണയായിട്ടല്ല കിട്ടുന്നത്, പകരം നിങ്ങൾക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ് ലഭിക്കുന്നത്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രകാരം നിങ്ങൾക്ക് 1000 രൂപയാണ് ലഭിക്കുന്നത്. ഈ 1000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി കൺഫേം ചെയ്ത് 150 ദിവസത്തിനകം നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇങ്ങനെ ഇതും പ്രകാരം അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയ 1000 രൂപ വന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന് നോക്കാം. അത് 2000 രൂപയാണ്. ഈ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രകാരം 2000 രൂപയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ 2000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രഗ്നൻസി കൺഫേം ചെയ്തതിന് ശേഷമുള്ള 6 മാസം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു 2000 രൂപ നിങ്ങൾക്ക് ലഭിക്കുക. മൂന്നാമതും സെയിം തന്നെ നിങ്ങൾക്ക് 2000 രൂപ തന്നെയാണ് ലഭിക്കുന്നത്. കുട്ടി ജനിച്ച ശേഷം, വിച്ച് മീൻസ് ബർത്ത് രജിസ്റ്റർ ചെയ്ത ശേഷവും വാക്സിനേഷൻസ് കംപ്ലീറ്റ് ചെയ്ത ശേഷവും ആണ് നിങ്ങൾക്ക് ആ ഒരു
ബാക്കിയുള്ള 2000 രൂപ ലഭിക്കുന്നത്. ബട്ട് ഇവിടെ നിങ്ങൾ അതിൻ്റെ വാക്സിനേഷൻ കാർഡ്, അതിൻ്റെ പ്രോപ്പർ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന ഈ ഒരു പദ്ധതി പ്രകാരം 5000 രൂപ എങ്ങനെയാണ് കിട്ടണത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോംസും മറ്റുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇത് കൂടാതെ തന്നെ മറ്റൊരു സ്കീമും കൂടെ ഗവൺമെൻറ് അതും കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പ്രകാരം 6000 രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ പേര് ജനനി സുരക്ഷാ യോജന എന്നാണ്. ഈ പദ്ധതി പ്രകാരം 6000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പദ്ധതിയിൽ നമ്മൾ മീൻസ് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ബുക്ക്ലെറ്റ് കിട്ടും. ഈ ബുക്ക്ലെറ്റിൽ ഗർഭിണികൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു ഗർഭകാലങ്ങളിൽ കെയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്, അതുപോലെ തന്നെ ആ ഒരു ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ആ ഒരു പ്രഗ്നൻസിയുടെ തുടക്കം മുതൽ ഡെലിവറി ടൈം വരെയും അതിനുശേഷമുള്ള കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ബുക്ക്ലെറ്റ് അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് ജനനി സുരക്ഷാ യോജനയുടെ കാര്യങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് 3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുക. ഫോം എ, ഫോം ബി, ഫോം സി എന്നുള്ള പേരിൽ 3 ഫോംസ് ഉണ്ടാവും. അപ്പം അത് പ്രകാരമായിരിക്കും വരുന്നത്. അപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഹെൽത്ത് വർക്കറെയോ അല്ലെങ്കിൽ ആശാ വർക്കറെയോ ഒന്നും വേണ്ട, അംഗൻവാടി ജീവനക്കാരെയോ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് തന്നെ അംഗൻവാടി ജീവനക്കാരി ഉണ്ടായിരുന്നതുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് ഫോം തരുമായിരുന്നു. സോ ഞാൻ സത്യം പറഞ്ഞ ഒന്നും അറിഞ്ഞിട്ടില്ല, അതിൻ്റെ ആ ഒരു ഓട്ടം ഒന്നും അറിഞ്ഞിട്ടില്ല. എന്ത് തന്നെ ആയിരുന്നാലും ഇതിന് ഈ ഒരു പദ്ധതി പ്രകാരം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് കൂടെ പറയാം. ആധാർ കാർഡിൻ്റെ ഫോട്ടോ കോപ്പി വേണം. 12 അക്ക ആധാർ നമ്പർ നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് റേഷൻ കാർഡിൽ ആപ്ലിക്കൻറ്റിൻ്റെ പേരുണ്ടാവണം. 3 ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, അതായത് പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ആ ഒരു പേജും കൂടെ നിങ്ങൾ സമർപ്പിക്കേണ്ടി വരും. പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ടൊരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യമാർ ഭർത്താവിൻ്റെ പേരും കൂടെ ചേർത്തങ്ങിടും. അപ്പം അത് കാണിക്കുന്ന മണ്ടത്തരമാണ്. അപ്പം അത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ നിങ്ങളുടെ സ്കൂൾ റെക്കോർഡ്സിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ നെയിം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇനി അതല്ല നിങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ പേരിലൂടെ ചേർത്ത് ഇടണം എന്ന് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഗസറ്റ് നോട്ടിഫിക്കേഷൻ പരസ്യപ്പെടുത്തി അപ്രകാരം നിങ്ങളുടെ നെയിം ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ത്രീകളും പല ഗർഭിണികളും ഇതിൻ്റെ സമയമാകുമ്പം പേരുകളെല്ലാം ഒന്നാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിലും താലൂക്കിലൊക്കെ പോയി ഓടുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഓടുന്നത്? നമ്മുടെ സ്കൂൾ റെക്കോർഡ്സിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ റെക്കോർഡ്സിലുള്ള പേരാണ് അല്ലേ. അപ്പം ആ പേര് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാം. 2 സ്കീമുകളെ കുറിച്ച് പറഞ്ഞു. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയും പറഞ്ഞു, ജനനി സുരക്ഷാ യോജനയും പറഞ്ഞു. ഇത് ജനനി സുരക്ഷാ യോജന പ്രകാരം എൻ്റെ വൈഫിന് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം ഈ ഒരു പദ്ധതി പ്രകാരം നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ചെറുതാണ്, എന്നാൽ ഇന്നും പലർക്കും അറിയില്ല. അപ്പം ഗവൺമെൻറ് നമുക്ക് സൗജന്യമായിട്ട് തരുന്ന ഈ ഒരു സ്കീം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ഒരു കാര്യം കൂടെ എടുത്തു പറയേണ്ടത്, വൺസ് അംഗൻവാടി ജീവനക്കാർ വഴിയോ അല്ലെങ്കിൽ ആശാവർക്കർ വഴിയോ ഒക്കെ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് തുടർന്നുള്ള ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചും പോഷകാഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നതിൽ പ്രത്യേകിച്ചും അംഗൻവാടി ജീവനക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. പ്രത്യേകിച്ച് എൻ്റെ വൈഫിന് പോലും സമയാസമയങ്ങളിൽ അവരെത്തിച്ച് തന്നിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ള വിമന് വേണ്ടി അവർ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഇതിൽ ഞാൻ ഇന്ന് പങ്കുവെച്ച ഈ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ നിങ്ങൾക്കും യൂസ്ഫുൾ ആയി എന്നും കരുതുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് വെബിൻ കൊച്ചി. താങ്ക് യു.